പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും കൂടുതലായി കേട്ടിട്ടുള്ള ഒരു നേരിട്ടിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അച്ഛാ നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? എന്തുകൊണ്ടാണ് അച്ഛാ നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? ഈ ഉത്തരേന്ത്യയിലൊക്കെ പഠിപ്പിക്കാൻ പോയ സമയത്ത് നമ്മൾ പഠിപ്പിച്ചിരുന്ന ചെറിയ പിള്ളേർ 5ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 3ാം ക്ലാസ്സൊക്കെയാണ്, അവരടക്കം നമ്മളോട് ചോദിക്കുന്നുണ്ട്, വൈ ഡോണ്ട് യു മാരി? നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്? കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അന്ന് ഒന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ഇന്നത്തെ സുവിശേഷവും 1ാമത്തെ വായനയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചില മനുഷ്യരെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ, ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാറ്റി നിർത്തുമ്പോൾ അതിൽ ചില നിബന്ധനകൾ വെക്കുന്നുണ്ട്. ഇന്നത് വേണ്ട, ഇന്നത് ഉപേക്ഷിക്കണം, ഇന്നതിൽ നിന്ന് മാറി നിൽക്കണം, അകന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മോശമായതുകൊണ്ടല്ല പറയണേ. വീഞ്ഞോ മറ്റ് ലഹരി വസ്തുക്കളോ അവൻ കുടിക്കുകയില്ല, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുതെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ നിയമ പുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് നമ്മൾ അത് വായിക്കുന്നത്. മനോവ എന്നൊരു മനുഷ്യന് കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അയാളുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന കാര്യമാണ്, നീ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയല്ലേ, ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ഇങ്ങനെ മാറ്റി നിർത്തണം, വീഞ്ഞോ മറ്റ് ലഹരി വസ്തുക്കളോ തുടരരുത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതേ വാക്കുകൾ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ കാര്യത്തിൽ നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ആലോചിച്ചേക്കണം, യഹൂദന്മാരുടെ നാടാണ്, മുന്തിരി വിളയുന്നൊരു നാടാണ്. ഈ വീഞ്ഞ് പാത്രങ്ങളൊക്കെ അവരുടെ വിരുന്നുമേശയിൽ സാധാരണ വിഭവമാണ്. അതില്ലാതെ അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ളൊരു നാട്ടിൽ കർത്താവ് പറയാണ് വീഞ്ഞു കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം ഹീ സ്പെഷ്യലി ചോസൺ. പുള്ളിക്കാരനെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തേക്കാം. ഈ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യരെ തൻ്റെ നിയോഗത്തിന് വേണ്ടി കർത്താവ് മാറ്റി നിർത്തുമ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കൽപ്പിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം അവർ സാധാരണക്കാരെ പോലെ ആയാൽ പോരാ. അങ്ങനെ ഒരു പരിശുദ്ധ മാതാവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച അമലോത്ഭവയായി ജനിപ്പിച്ച സ്വർഗത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവപുത്രന് ജന്മം കൊടുക്കാനായിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ വരുന്ന സ്നാപക യോഹന്നാനാണ് ഇങ്ങനെയുള്ള ചില നിബന്ധനകൾ കർത്താവ് വയ്ക്കുക. ആള് വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ കുടിക്കാൻ പാടില്ല, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വെച്ച് തന്നെ നിറയുന്നുണ്ട്. അവനിങ്ങനെ അത് സ്വർഗത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് തന്നെ യോഹന്നാൻ ഇങ്ങനെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ജീവിക്കുന്നത് നമ്മൾ കാണും. ഈ ഓരോ ക്രിസ്ത്യാനിയുടെയും നിയോഗം അതാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ എത്രമാത്രം അങ്ങനെ വ്യത്യസ്തരായി ജീവിച്ചിട്ടുണ്ടെന്ന് കൂടി ഒന്ന് ആലോചിച്ചു പോകണം. ശരിക്കും സകല വിശുദ്ധരുടെയും തിരുനാൾ നവംബർ 1-ാം തീയതി നമ്മൾ ധ്യാനിച്ചതാണ്, വ്യത്യസ്തരായി ജീവിക്കുക എന്നുള്ളത്. കാരണം ആദിമകാല ക്രിസ്ത്യാനികളുടെ പരസ്പരമുള്ള അഭിസംബോധന വിശുദ്ധരെന്നായിരുന്നു. തെസലോനിക്കയിലെ വിശുദ്ധര് അന്ത്യോക്യയിലെ വിശുദ്ധർക്ക് കത്തെഴുതുന്നു, അവരെ അഭിസംബോധന ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളതിനകത്ത് വായിക്കുക. വിശുദ്ധരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്, വിശുദ്ധരെന്നുള്ള വാക്കിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഹഗ്ഗിയോസ് എന്നുള്ള വാക്കാണ്. ഹജിയോഗ്രഫി, വിശുദ്ധന്മാരെ കുറിച്ചുള്ള പഠനം. ഹഗിയോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെറുതെ വിശുദ്ധർ എന്നല്ല, ബീയിങ് ഡിഫറെൻ്റ് എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ചാബല്യങ്ങളിലും ചെന്നുപെടാതെ ക്രിസ്തുവിന് വേണ്ടി നിലയുറപ്പിക്കേണ്ട മനുഷ്യർ മാറി നടക്കേണ്ട ചില വഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുമായി ഹഗിയോസ്, ബീയിങ് ഡിഫറെൻറ്റ്, ബീയിങ് പോസിറ്റീവ്ലി ഡിഫറെൻറ്റ്. ഈ ലോകത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, മറ്റു മനുഷ്യരിൽ നിന്ന്, അവരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തരായി ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന, നിലപാടെടുക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കാൻ പറയണേ. അത് മോശമായിട്ടല്ല, പറഞ്ഞല്ലോ, വീഞ്ഞ് മോശമല്ല അവരുടെ ജീവിതത്തിന്. പക്ഷെ അത് വേണ്ട, കർത്താവ് തീരുമാനിച്ചിരിക്കുക. കല്യാണം മോശമായതുകൊണ്ടല്ല വേണ്ട എന്ന് പറയണേ. പക്ഷേ കർത്താവിന് വേണ്ടി നിലകൊള്ളേണ്ട ചില മനുഷ്യർ ചില കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് കർത്താവ് തീരുമാനിക്കുകയാണ്. അതിനകത്ത് ഒരു കുറവും വരാൻ പോകുന്നില്ല.
അതുകൊണ്ട് ഈ വീഞ്ഞു കുടിക്കാതിരുന്നത് കൊണ്ട് സ്നാപക യോഹന്നാന് ദൈവമായിരുന്നു ലഹരി. അതിൻ്റെ പവർഫുൾനെസ് അയാളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, കരുത്ത്, കൃപ അയാളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു കുടുംബജീവിതത്തിൽ നിന്ന് കിട്ടേണ്ട ആശ്വാസവും സമാശ്വാസവും ക്രിസ്തുവിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു പുരോഹിതന് നിഷേധിക്കപ്പെടുമ്പോൾ അവന് ഈ ആശ്വാസവും കരുത്തും കൂട്ടും സ്വർഗത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നുവോ അവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ അവൻ കൂടുതൽ പവർഫുൾ ആവുന്നുണ്ട്. ഇവിടെ ഭർത്താവ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ മനുഷ്യർ തളർന്നു പോകുന്ന ഇടത്ത് പുരോഹിതൻ ഒരിടത്തും തളരാതിരിക്കുന്നതിൻ്റെ കാരണം അവൻ ഈ മനുഷ്യരിലല്ല ആശ്രയം വയ്ക്കുന്നതും കൂട്ടുതേടുന്നതും, നേരെ മറിച്ച് സ്വർഗത്തിലാണെന്നുള്ളതാണ്. ഇങ്ങനെ സ്വർഗം തിരഞ്ഞെടുക്കുന്ന മനുഷ്യരാണ് നമ്മളെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തണം. ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റണം. അതാണ് ഇതേ സ്നാപക യോഹന്നാനെ കുറിച്ച് കർത്താവ് പറയുന്നത്. സ്നാപക യോഹന്നാന്റെ കാലം മുതൽക്ക് സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് അധീനമാണ്. ബലം പ്രയോഗിക്കുന്നവരെ അതിനകത്ത് പ്രവേശിക്കുള്ളൂ. ചില കാര്യങ്ങളെ ഇങ്ങനെ നിർബന്ധപൂർവം വേണ്ടെന്ന് വെക്കാനായിട്ട് ക്രിസ്തുവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്ന, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള മനുഷ്യർക്ക് ബാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. കർത്താവെ, ഞങ്ങളെ സ്പെഷ്യലി അങ്ങ് ചൂസ് ചെയ്തിരിക്കുമ്പോൾ, ഞങ്ങളെ പ്രത്യേകമായി ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുമ്പോൾ, ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുമ്പോൾ അതനുസരിച്ചുള്ള ജീവിതം ജീവിക്കാൻ, ചില കാര്യങ്ങളോട് നോ പറയാനും, ചില കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൃത്യമായി നിലപാടുകൾ എടുക്കാനും, ഭയന്നിരിക്കാതെ ധൈര്യപൂർവ്വം ജീവിക്കാനുമൊക്കെ വേണ്ട കൃപ നൽകി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമ്മൾ മുട്ടിന്മേൽ നിൽക്കുന്ന നേരത്ത് ഉറപ്പിച്ചേക്കുക, കർത്താവെ, അങ്ങേക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാണ് ഞങ്ങളെന്ന് ആ ഒരു ബോധ്യം ഇങ്ങനെ ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ഉറപ്പിക്കണം. നമുക്കിത് ഉറപ്പിച്ചേ പറ്റുള്ളൂ. തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നടക്കുകയാണ്. അത് ഈ കർത്താവ് പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ലോകത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ മനുഷ്യർ ജീവിച്ചെങ്കിൽ അതിനുള്ള കാരണം ഇത് തന്നെയാണെന്ന്. ക്രിസ്തുവിനെ നിരക്കാത്തത് വേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചിരിക്കുന്ന മനുഷ്യർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്നാണ് ആദിമകാല ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുക. ആദ്യകാല സ്ലീഹന്മാരെ കുറിച്ച്, ശിഷ്യന്മാരെ കുറിച്ച് വചനം ഓർമ്മപ്പെടുത്തുക. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യർ, ക്രിസ്തു അങ്ങനെ ഒരു ജീവിത രീതിക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു ചെറിയ അജഗണത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ഒന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക, ഉറപ്പിക്കുക, ബോധ്യം വരുത്തുക. എന്നിട്ട് അതനുസരിച്ചൊന്ന് ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയുടെ മുൻപിൽ ആശീർവാദത്തിനായി, ബീയിങ് ഡിഫറെന്റ്, മറ്റുള്ളവരിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് പോസിറ്റീവ്ലി വ്യത്യസ്തരായ മനുഷ്യരായി ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ആശീർവാദം യാചിച്ചുകൊണ്ട് മുട്ടിന്മേലായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാണെന്നുള്ള ബോധ്യം, നിന്റെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരാൻ മനസ്സാകണമേ. ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഒരു ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ കിടക്കണമെന്നൊക്കെ വിശുദ്ധന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ഇതിനോടൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. വ്യത്യസ്തരാണ്, അതിനു വേണ്ടിയിട്ടുള്ള ജീവിതമൊന്ന് ഒരുക്കിയെടുക്കണം. നമ്മൾ തന്നെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി, പോസിറ്റീവ്ലി വ്യത്യസ്തരായി ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ജീവിക്കാനുള്ള കൃപ തരണമേ തമ്പുരാനെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ,
പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.